ഇവിടെ ഒരാൾ നല്ല ഉറക്കമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഉറക്കം കാണുമ്പോൾ ഉണ്ടല്ലോ എനിക്കങ്ങനെ കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് തോന്നാറുണ്ട്. ഇപ്പോൾ അല്ല, എപ്പോൾ രാവിലെ കൊണ്ട് ഉറങ്ങുന്നത് കാണുമ്പോഴും എനിക്ക് അങ്ങനെ ഒരു ഫീലാണ്. അപ്പോൾ ഞാൻ കട്ടിനൊക്കെ മാറ്റിയിട്ട് ഒന്ന് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരാണ് കേട്ടോ. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നങ്ങനെ പെട്ടെന്ന് വിളിച്ച് ഒത്തിരി ബുദ്ധിമുട്ടി എഴുന്നേൽപ്പിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വിളിച്ചപ്പം തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. എന്നാലും കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ നല്ലൊരു മടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നങ്ങനെ കുറേ നേരം ഉറങ്ങി എഴുന്നേറ്റ് തനിയെ വരുന്നതിന് വരെ വെയിറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യാണ്, വേറൊരു സ്ഥലത്തേക്ക് പോകാമെന്നുള്ളത്. അപ്പം ഇന്നൊരു 12 മണിയൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പൊക്കെയാണ്. പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. എന്താണെന്നറിയോ, എൻ്റെ രാവിലെക്കുണ്ട് ബർത്ത്ഡേ ആണ്. അപ്പം ബർത്ത്ഡേയുടെ സെലിബ്രേഷനൊക്കെ ഇനി അവിടെ ചെന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ ആയിക്കഴിഞ്ഞു. അപ്പോൾ എന്താ രാവിലെക്കുണ്ട് ബ്രഷൊക്കെ ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. കിട്ടുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ പോകാനുള്ള കാര്യങ്ങളെല്ലാം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ സാധനങ്ങളൊക്കെ കാറിലേക്ക് കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് വേറെ ആരുടെയും ഹെൽപ്പൊന്നും ഇല്ല കേട്ടോ, നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ ടാബിക്കുണ്ടും ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ് കേട്ടോ. ഓരോന്നോരോന്നായിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സുഖമായിട്ട് നിന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. പാവം ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട് പകുതിക്ക് വെച്ചു. അതുകൊണ്ട് ഞാൻ ക്യാമറ കൈമാറി ഞാനിപ്പോൾ ഓരോരോ സാധനങ്ങളായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിലേ നമ്മുടെ കയ്യിൽ കുറേ ലഗേജ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ കുക്കിങ്ങും കാര്യങ്ങൾക്കൊക്കെയുള്ള ഐറ്റംസും എല്ലാം കൊണ്ടുവന്നതിൻ്റെ കുറേ ഉണ്ടായിരുന്നു. എന്ന് വെച്ചിട്ട് വെസൽസും കാര്യങ്ങളൊന്നും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഡ്രസ്സ്, ചപ്പൽ, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ഓൾമോസ്റ്റ് എല്ലാം തന്നെ ആയിട്ടുണ്ട്. ഇനിയിപ്പം നോവേനെയും കൂടെ വിളിച്ചിട്ട്, നോവയ്ക്ക് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നൊന്നും അറിയില്ല. നോവ പിന്നെ ഞാൻ പോകുന്നത് കൊണ്ട് ഓടി ഓടി വരുന്നുണ്ട് കേട്ടോ. നോവയ്ക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ നോവേനെ അവിടെ ഇട്ടിട്ട് പോകുന്നുള്ളത്. അതുകൊണ്ട് എവിടെ പോയാലും കൂടെ തന്നെ ഉണ്ടാവേ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകുന്നതുകൊണ്ട് നോവയ്ക്ക് അങ്ങോട്ട് പോകണോ അതോ ടാബിക്കുണ്ടും പുറകെ നിൽക്കുന്നതുകൊണ്ട് ബാക്കിലേക്ക് പോകണമെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കണേ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ തന്നെ സെറ്റായി. ഇനിയിപ്പം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണിക്കാവേ.